ചാണക്യന്റെ ലൈഫിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ട്രഷറി ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തിരുന്ന രീതിയാണ്. പല പല സ്ഥലത്ത് നിധികൾ നിർമ്മിക്കുന്ന രീതി ഒരുപക്ഷെ തുടങ്ങിയത് അതിനു മുമ്പും ചെയ്തിരുന്നു, പക്ഷേ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇദ്ദേഹമാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ചെയ്തു വന്നിരുന്നത്. ഒരുപാട് കുന്നും മലയുള്ള പ്രദേശങ്ങൾ പല സ്ഥലത്തായിട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു നെറ്റ്വർക്ക് ഓഫ് ഗുഹകൾ പണിയും. ഈ ഗുഹകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സൈസ് കുറവായിരിക്കും. കുട്ടികൾക്കോ അല്ലെങ്കിൽ ഡ്വാർഫിസം ബാധിച്ച ആൾക്കാർക്കോ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ പല സ്ഥലത്തായിട്ട് ചുള്ളിക്കമ്പൊക്കെ കൂട്ടിയിട്ട് ബാരിക്കേഡ് പോലെ നിർമ്മിച്ചിട്ട് ഇതിൽ വിഷപ്പാമ്പുകളെ നിക്ഷേപിക്കും. അതവിടെ കൂട്ടി അങ്ങനെ കഴിയും. അപ്പോൾ പിന്നെ ഈ ഗോൾഡ് എങ്ങനെ റിട്രീവ് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഇദ്ദേഹത്തിന് ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഓരോ തവണ സ്വർണ്ണം റിട്രീവ് ചെയ്യേണ്ടപ്പോഴും ഒരു പ്രത്യേക മരുന്ന് കൊണ്ടുവന്ന് ഒരു ഡ്വാർഫായിട്ടുള്ള ആള് ഇതിനുള്ളിലൂടെ പോയി പാമ്പുകളെ നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലത്ത് തളിച്ചിട്ട് പുറത്തു വരും. കുറച്ച് കഴിയുമ്പോഴേക്കും പാമ്പുകളെല്ലാം കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കും. ആ സമയത്ത് ഈ ഡ്വാർഫ് വീണ്ടും അകത്ത് പോയി സ്വർണ്ണം ആവശ്യത്തിന് റിട്രീവ് ചെയ്ത് പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ ഒരു മെത്തഡോളജിയാണ്. ഇത് കേൾക്കുമ്പോൾ വെസ്റ്റേൺ സ്റ്റോറീസിൽ നിധി കാക്കുന്ന ഗോബ്ലിൻസിനെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ഇവിടുന്ന് വന്നതല്ലെന്ന് ആര് കണ്ടു?